ഗാന്ധിജിയുടെ ഓർമ്മയും സ്പർശവുമുള്ള എന്തും വിപണിയിൽ കോടികൾക്ക് ലേലം ചെയ്തു വിൽക്കുമ്പോൾ ഗാന്ധിജി ഉപയോഗിച്ച കണ്ണടയും ചർക്കയും ഉൾപ്പെടെയുള്ളവ ജീവിതത്തിലെ അമൂല്യനിധിയായി കാത്തു സൂക്ഷിക്കുകയാണ് ഒരു റിട്ടയർഡ് അധ്യാപകൻ. കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയായ തൃശൂർ മറ്റം നമ്പഴിക്കാട്ടെ ആന്റണി ചിറ്റാട്ടുകരയാണ് വിലമതിക്കാനാവാത്ത ഈ അപൂർവ ശേഖരത്തിന്റെ ഉടമ. ഈ വട്ടക്കണ്ണടയിലൂടെയായിരുന്നു ഗാന്ധിജി ലോകം കണ്ടത്. നൂൽ നൂർത്തത് ഈ പെട്ടിച്ചർക്കയിൽ. ബാപ്പുവിന്റെ പ്രസംഗം ഉൾക്കൊള്ളുന്ന കയ്യൊപ്പോടുകൂടിയ ഗ്രാമഫോൺ റെക്കോർഡ്, പ്രാർത്ഥനാ പുസ്തകം, ഒടുവിൽ വെടിയേറ്റ് മരിക്കുമ്പോൾ മഹാത്മാവിന്റെ രക്തത്തുള്ളികൾ ഏറ്റുവാങ്ങിയ മണ്ണും പുൽക്കൊടിയും. സബർമതി ആശ്രമത്തിലെ അന്തേവാസിയായിരുന്ന ഷൊർണൂർ സ്വദേശി NB രാഘവ പൊതുവാളാണ് 15 വർഷം മുമ്പ് ഇവ ആന്റണിക്ക് നൽകിയത്. രാഘവ പൊതുവാളിന് ഗാന്ധിജി അയച്ച കത്തുകളും ഹരിജന്റെയും യങ് ഇന്ത്യയുടെയും കോപ്പികളും ശേഖരത്തിലുണ്ട്. മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്ന PP നമ്പ്യാരുടെ കയ്യിൽ നിന്നാണ് ഗാന്ധിജി മരിച്ചു വീണിടത്തെ മണ്ണ് കിട്ടിയത്. സുരക്ഷിതത്വം കണക്കിലെടുത്ത് ഇവയെല്ലാം ബാങ്ക് ലോക്കറിലാണ് ആന്റണി സൂക്ഷിക്കുന്നത്. നിയമതടസ്സമൊന്നുമില്ല. ഇതിൻ്റെ പ്രശ്നം ഇതിൻ്റെ സെക്യൂരിറ്റിയുടെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാനിത് വീട്ടിൽ സൂക്ഷിക്കാത്തത്. കാരണം ഇതിൻ്റെ വില നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. അത്രയും ഭീമമായ സംഖ്യ ഇതിന് ഓഫറുണ്ട് എപ്പോഴും. അതുകൊണ്ട് തന്നെ ഇത് സൂക്ഷിക്കുന്നതിൽ റിസ്ക് ഉള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ സൂക്ഷിക്കാറില്ല. കാരണം ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്. കാലം മാറിയാലും ഗാന്ധിജി കണ്ട ഉൾക്കാഴ്ചകൾ ലോകത്ത് നിലനിൽക്കുന്നിടത്തോളം ഈ അപൂർവ ശേഖരം ഉണ്ടാകുമെന്നും ആന്റണി പറയുന്നു. കാരണം അധികാരമോഹമില്ലാത്ത ഒരു നേതാവേ അന്നും ഇന്നും ആന്റണിയുടെ കാഴ്ചപ്പാടിൽ ഉണ്ടായിട്ടുള്ളൂ. അലങ്കാരമോ ആഡംബരമോ അല്ല ആന്റണി മാഷിന് ഈ വസ്തുക്കളൊന്നും. മൂല്യം കൽപ്പിക്കാനാവാത്ത ജീവിത സമ്പത്താണ്. മഹാത്മാവിന്റെ ജീവിതഗന്ധം വിട്ടുമാറാത്ത ഈ ചരിത്ര വസ്തുക്കൾക്കിടയിൽ നിന്നും ബിജി തോമസ്.